പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ, സ്വഹാബത്തിനെ മറവ് ചെയ്ത വിവിധ ഇടങ്ങളിൽ സിയാറത്ത് നടത്തുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ദിനം പ്രവാചകൻ അവരോട് സലാം പറഞ്ഞതിന് ശേഷം ആ മഖബറയിൽ നിന്നുകൊണ്ട് തന്നെ ഇങ്ങനെ പറയുന്നൊരു വാക്കാണ് വദിത്തു അന്ന ഖദർ ഐന ഇഖ്വാനന. ജീവിതം ഒരവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. അപ്പോഴാണ് പറയുന്നത് വദിത്തു, ഞാൻ ആഗ്രഹിച്ചു, അന്ന ഖദർ ഐന ഇഖ്വാനന, ഞാൻ എൻ്റെ ഇഖ്വാനിനെ എനിക്ക് കാണാൻ പറ്റിയിരുന്നെങ്കിൽ, എൻ്റെ പ്രിയ സഹോദരങ്ങളെ എനിക്ക് കാണാൻ പറ്റിയിരുന്നെങ്കിൽ. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ചോദിച്ചു, അവലസ്ന ഇഖ്വാനുക യാ റസൂൽ അല്ലാഹ്, നബിയെ ഞങ്ങളല്ലേ നിങ്ങളുടെ ഇഖ്വാന്? അതിന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഉത്തരം, അൻതും അസ്ഹാബി, നിങ്ങളെൻ്റെ സ്വഹാബിമാരാണ്, എൻ്റെ കൂടെ നിന്നവരാണ്, എന്നെ സ്നേഹിച്ചവരാണ്, എനിക്ക് വേണ്ടി ജീവൻ പറിച്ചു കൊടുത്തവരാണ്. വ ഇഖ്വാനുന അല്ലദീന ലം യഅ്തു ബഅദു, ഇഖ്വാന് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ കണ്ടിട്ടില്ലാത്ത ഈ വിശ്വാസധാരയിൽ വരാനിരിക്കുന്നവരാണ് എന്നാണ്. അപ്പം സത്യത്തിൽ നമ്മുടെ റസൂൽ നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന സാക്ഷ്യവാക്യം ഉരുവിട്ട് അതിനനുസരിച്ച് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ അവർ ചോദിച്ചു, നബിയെ എങ്ങനെയാണ് കൈഫ നഅരിഫു മൻ ലം യഅതി ബഅദു മിൻ ഉമ്മതിക യാ റസൂലല്ലാഹ്, ഞങ്ങൾക്കിനി അവരെങ്ങനെ മനസ്സിലാകുക? അതിന് റസൂൽ കൊടുത്ത ഉത്തരം, അറഅയ്ത ലൗ അന്ന റജുലൻ ലഹു ഖൈൽ, ഒരു മനുഷ്യനൊരു കുതിര ഉണ്ട് എന്ന് വിചാരിക്കുക, ഖുർറൻ മുഹജ്ജല, അതിൻ്റെ നെറ്റിയിൽ ഇങ്ങനെ വെളുത്ത പാടുകളുള്ള നല്ല ഭംഗിയുള്ള ഒരു കുതിരയുണ്ടെന്ന് വിചാരിക്കുക. ബൈന ലഹ്റൈ ഖൈലിൻ ദുഹ്മിൻ ബുഹ്മിൻ അലാ യഅരിഫു ഖൈലഹു, കുറേ കറുത്തതും അല്ലാത്തതുമായ കുതിരകൾക്കിടയിൽ ഈ കുതിരയെ വേറെ തിരിച്ചറിയില്ലേ? എൻ്റെ ഇഖ്വാനിനെ വേറെ തന്നെ തിരിച്ചറിയാൻ പറ്റും. അവരുടെ വുളൂഇൻ്റെ അടയാളങ്ങളിൽ നിന്ന് അവരെ തിരിച്ചറിയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. അപ്പോൾ ജനിച്ച് ജീവിച്ചിട്ടില്ലാത്ത നമ്മളടക്കമുള്ള ജനപഥങ്ങളെ മനസ്സിൽ സ്നേഹിച്ച ഒരു റസൂലിനെയാണ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. മാത്രമല്ല, ആ പ്രവാചകൻ്റെ സ്വഭാവ വിശേഷണങ്ങൾ പറഞ്ഞെടുത്ത് വിശുദ്ധ ഖുർആൻ നടത്തിയ ഒരു പ്രയോഗമാണ് ഞാനിവിടെ ഓതി വെച്ചത്. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും, നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു ദൂതൻ നിയോഗിതനായിരിക്കുന്നു. അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, നിങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്നത് അദ്ദേഹത്തിന് വേദനാജനകമാണ്, നിങ്ങളുടെ നന്മയിലും രക്ഷയിലും അദ്ദേഹം വളരെ താല്പര്യമുള്ളവനാണ്, റഊഫും റഹീമുമാണ്, വിശ്വാസികളോട് ആർദ്രതയും കരുണയും ഉള്ളവനാണ് എന്നാണ്. അത് പല ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. നമസ്കാരം നിർബന്ധമാക്കപ്പെട്ട ഘട്ടത്തിൽ അതിൻ്റെ വക്തുകൾ ചുരുക്കി ചോദിച്ചപ്പോഴും, ഇനി സിറാത്തിൻ്റെ അരികിൽ സുജൂദിൽ കിടന്ന് സല്ലിം സല്ലിം അല്ലാഹുവേ എൻ്റെ ഉമ്മത്തിനെ നീ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറയുമ്പോഴും ഒക്കെ നമുക്കത് ബോധ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലികുല്ലി നബിയ്യുൻ ദഅവത്തുൻ മുസ്തജാബ, എല്ലാ നബിമാർക്കും സ്വീകരിക്കപ്പെടുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. യദ്ഉ ബിഹ, അവരൊക്കെ അത് പ്രാർത്ഥിച്ചു. എങ്ങനെയായാലും നിരാകരിക്കപ്പെടാത്ത ഒരു പ്രാർത്ഥനയുടെ സമ്മാനം അല്ലാഹു സുബ്ഹാനഹു വ തആല, ഒരു സ്പെഷ്യൽ പ്രാർത്ഥനയുടെ സമ്മാനം എല്ലാ അമ്പിയാക്കൾക്കും കൊടുത്തിട്ടുണ്ട്. അവരത് അവരുടെ ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. വഉരീദു അൻ അഖ്തബിഅ ദഅവതി ശഫാഅത ലി ഉമ്മതി ഫിൽ ആഖിറ, എൻ്റെ പ്രാർത്ഥന ഞാൻ അങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. എന്തു തന്നെയായാലും തള്ളാത്ത ആ പ്രാർത്ഥന, നിരാകരിക്കപ്പെടാത്ത ആ പ്രാർത്ഥന ദുനിയാവിൽ നിന്ന് ഉപയോഗിച്ചില്ല. ദുനിയാവിൽ നിന്ന് അത് ഉപയോഗിക്കേണ്ട ഒരുപാട് ഘട്ടമുണ്ടായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട മകളെ അവളുടെ വിശ്വാസത്തിൻ്റെ പേരിൽ, പ്രവാചകത്വത്തിൻ്റെ പേരിൽ, പ്രവാചകനായതിൻ്റെ പേരിൽ അവളെ ത്വലാഖ് ചൊല്ലി മരുമകൻ വീട്ടിലാക്കിയപ്പോൾ, ഒരു മോളെ മരുമകൻ വീട്ടിൽ കൊണ്ടുവന്നാക്കുമ്പോൾ ഒരു വാപ്പാൻ്റെ നിലവാരത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. സ്വന്തം മകളുടെ ഗർഭം കുതിരപ്പുറത്തുനിന്ന് വീണ് അലസിപ്പോയപ്പോൾ, ജീവിതത്തിൽ പല പല പരീക്ഷണ ഘട്ടങ്ങളെ കണ്ടപ്പോൾ, തനിക്ക് വേണ്ടി സംരക്ഷണം ഒരുക്കുന്ന മനുഷ്യർ അസ്ത്രങ്ങളിങ്ങനെ ശരീരത്തിലേക്ക് തറച്ചു കയറി അവർ അങ്ങനെ മരിച്ചു വീണുകൊണ്ടിരുന്നപ്പോൾ, ബിലാൽ മരുഭൂമിയിൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ, അങ്ങനെ ഒരുപാട് ഘട്ടങ്ങൾ കടന്നുപോയിട്ടുണ്ട് ആ പ്രവാചകന്റെ ജീവിതത്തിൽ. അവിടെയൊന്നും ഉപയോഗിക്കാത്ത പ്രാർത്ഥന ഉമ്മത്തിന് വേണ്ടി എടുത്തു വെച്ചിരിക്കുകയാണ്. ശഫാഅത്തിൽ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിനുള്ള ശഫാഅത്തായിട്ട് എന്നാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് നേതാക്കന്മാരും ഒരുപാട് നായകന്മാരും ഒക്കെ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ സ്വന്തം ജനതയെ ഇത്രമാത്രം
നെഞ്ചിൻ കൂട്ടിലേക്ക് എടുത്തു വെച്ച ചേർത്ത് നിർത്തിയ ഒരു വ്യക്തിയെ മനുഷ്യ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തോട് നമ്മുടെ സ്നേഹം ഇതാണെങ്കിൽ സ്വാഭാവികമായിട്ടും നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങൾക്കെല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ടത് ഞാനാകണം, മക്കളെക്കാളും മാതാപിതാക്കളും സർവ്വതിനേക്കാളും പ്രിയപ്പെട്ടത് ഞാനാകണം, അപ്പോഴേ അവൻ്റെ വിശ്വാസം പൂർണ്ണമാകുള്ളൂ എന്നാണ്. അതുകൊണ്ട് തിരിച്ചാ റസൂലുള്ളാഹിയെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്, കടമയാണ്, ഫർദാണ്. അപ്പോൾ സ്നേഹം എങ്ങനെ ഉണ്ടാവുക? സ്നേഹം എങ്ങനെ ആമസോണിൽ ബുക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വാങ്ങിക്കാണ്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒന്നല്ലല്ലോ. അത് ഹൃദയത്തിലുണ്ടാകേണ്ട ഒരു വികാരമാണ്. നമുക്ക് 10 ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ആ 10 ഫ്രണ്ട്സിനോടും 10 മനോനിലയായിരിക്കും. നമുക്ക് ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഉണ്ടെങ്കിൽ അവരോടൊക്കെ വ്യത്യസ്ത മനോനിലയായിരിക്കും. ഒരു വ്യക്തിയെക്കുറിച്ചുള്ള അറിവും ആ വ്യക്തിയോടുള്ള കടമയും ബാധ്യതയും ഒക്കെ തിരിച്ചറിയുമ്പോഴാണ് സ്നേഹം യഥാർത്ഥത്തിൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ സ്നേഹം എന്താണെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുക്കുമുല്ലാഹ്. നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് വേണം? നിങ്ങൾ എന്നെ പിൻപറ്റണം. അള്ളാഹിനെ ഇഷ്ടപ്പെടാൻ, പ്രവാചകനെ ഇഷ്ടപ്പെടാനുള്ള മാനദണ്ഡമായി ഇസ്ലാം പഠിപ്പിച്ചത് എന്താ? അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള അനുസരണങ്ങളാണ്, പ്രവാചകനെ അനുസരിക്കലാണ്. അപ്പം നമ്മൾ പ്രവാചകനെ സ്നേഹിക്കുന്നുണ്ടോ? നമ്മൾ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സ് വാങ്ങി കൊടുക്കുന്നുണ്ട്, അവർക്ക് മിഠായി വാങ്ങി കൊടുക്കുന്നുണ്ട്, ഒരു സംശയമല്ല. നമ്മൾ വാപ്പാനിമാനെ നമുക്ക് സ്നേഹമുണ്ടോ? ഉണ്ട്. ആ വാപ്പാനേക്കാളും ഉമ്മാനേക്കാളും മക്കളെക്കാളും മറ്റാരെക്കാളും പ്രിയപ്പെട്ടത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നബിയെ, എൻ്റെ സ്വന്തം ജീവൻ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നിങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ റസൂൽ തിരുത്തി, നിന്നെക്കാളും നിനക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയണമെന്ന് തിരുത്തി. അപ്പം ആ സ്നേഹം എങ്ങനെ ഉണ്ടാവുക? അത് ഉണ്ട് എന്ന് പറഞ്ഞാൽ മതിയോ? നല്ല സ്നേഹമാണെന്ന് പറഞ്ഞിട്ട് നബിയെ നിങ്ങളെ ഭയങ്കര സ്നേഹമാണെന്ന് പറഞ്ഞ് പാട്ട് പാടിയാൽ മതിയോ? അതല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ മതിയോ? പോരാ. ഖുർആൻ പറഞ്ഞു എന്താണ് സ്നേഹത്തിന്റെ മാനദണ്ഡം എന്ന്. സ്നേഹത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് പ്രവാചകനെ അനുവർത്തിക്കലാണ്, പ്രവാചകൻ പഠിപ്പിച്ചത് സ്വീകരിക്കലാണ്, അല്ലേ? പണ്ഡിതന്മാര് മനോഹരമായി പാടി, തഅസുൽ ഇലാഹ വ അൻത തസ്ഉമു ഹുബ്ബഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. തഅസുൽ ഇലാഹ, നീ നിന്റെ രക്ഷിതാവിനെ ധിക്കരിക്കുന്നു, വ അൻത തസ്ഉമു ഹുബ്ബഹു, എന്നിട്ട് നീ പറയുന്നു നിനക്ക് നിന്റെ പടച്ചവനോട് ഭയങ്കര ഇഷ്ടമാണെന്ന്. നീ എല്ലാ ധിക്കാരം ചെയ്യും. സ്വകാര്യതയിൽ നീ വേറൊരു വ്യക്തിയാണ്, ടോയ്ലറ്റ് കാര്യം നീ ഒരാളാണ്, ബാത്റൂം കാര്യം വേറൊരാളാണ്, ആരും കാണാത്തിടത്ത് ചെല്ലുമ്പോൾ നീ വേറൊരു വ്യക്തിയാണ്. ഭാര്യയുടെ കണ്ണ് വെട്ടിക്കുമ്പോൾ, ഭർത്താവ് കാണാതിരിക്കുമ്പോൾ, വാപ്പയും ഇല്ലാതിരിക്കുമ്പോൾ ഒക്കെ നീ വേറൊരാളാ. ഫ്രണ്ട് സർക്കിളിൽ എത്തുമ്പോൾ നിനക്ക് വേറൊരു സ്വഭാവമാണ്. എന്നിട്ട് നീ പറയുന്നു, ഇതൊക്കെ കാണുന്ന റബ്ബിനെ ധിക്കരിച്ചിട്ട് നീ പറയുന്നു നിനക്ക് ഭയങ്കര ഇഷ്ടമാണ് പടച്ചോനെ, അല്ലേ? ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അയാൾ പറയുന്നത് അനുസരിക്കുകയും കേൾക്കുകയും ചെയ്യും എന്നാണ്. നോക്കൂ, നിങ്ങൾ ഇസ്ലാമിക ചരിത്രം എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത് വളരെ ക്ലിയറായി നമുക്ക് കാണാൻ കഴിയും. എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് ഡിമാൻഡുകളില്ലാത്ത ഇഷ്ടമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രകടിപ്പിച്ചത്. ഒരു ഡിമാൻഡും ഇല്ലാത്ത, ഒരു പിറുപിറുക്കലും ഇല്ലാത്ത. ഞാൻ പിറുപിറുക്കാൻ സാധ്യതയുള്ള ചില രംഗങ്ങൾ പറയാം. ഏത് വ്യക്തി മനുഷ്യനാണെങ്കിൽ അറിയാതെ അങ്ങോട്ട് പറഞ്ഞു പോകുന്ന ചില രംഗങ്ങൾ പറയാം. ഒന്ന്, അവരൊരു യാത്രയിലാണ്. തബൂക്കിലേക്ക് അങ്ങോട്ടാണോ തബൂക്കിൽ നിന്ന് ഇങ്ങോട്ടാണോ എന്നറിയില്ല, അങ്ങനെ എൻ്റെ വായനയില്ലത് എനിക്ക് ക്ലിയർ അല്ല. എന്താ? ലമക്കാന യൗമു ഖൈബർ, അല്ലെങ്കിൽ ഖൈബറിൽ എത്തിയതിനു ശേഷം ആ യുദ്ധഭൂമിയിലെ ഒരു കാര്യമാണ് ഈ പറയുന്നത്. എന്താണ്? പ്രവാചകൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഉക്കിലത്തിൽ ഹുമർ. കഴുതകളൊക്കെ ഓരോരുത്തർ അർത്ഥം ഇങ്ങനെ തിന്നാണ് നബിയെ. അപ്പൊ കഴുത എന്നുള്ളത് അവരുടെ യാത്രാവാഹനമാണ്, അവരുടെ പിക്കപ്പ് ലോറിയാണ്, അവരുടെ കാറാണ്, ഒക്കെയാണ്. നമ്മൾ ഇന്നത്തെ കാലത്തെ അവരുടെ ലോറിയും കാറും ഒക്കെ എന്താണ്? കഴുതയാണ്. അപ്പൊ ആ ടെൻഷനാണ്. ഇങ്ങനെ കഴുതകളെ ആൾക്കാർ അർത്ഥം നബിയെ, പിന്നെ അത് ഉണ്ടാവോ? നബി ഒന്നും മിണ്ടിയില്ല. കാരണം ദീനിന്റെ കാര്യം ദീനിന്റെ കാര്യം നബി അങ്ങനെ വെറുതെ പറഞ്ഞു പോകില്ല. ദീനിന്റെ കാര്യം റസൂലുള്ള അങ്ങനെ വെറുതെ പറഞ്ഞു പോകില്ല. അങ്ങനെ വെറുതെ പറഞ്ഞു പോയതാണെന്ന് തോന്നിയാൽ അവർ സംശയം ചോദിക്കുകയും ചെയ്യും. എന്താ പരിപാടി, പരാഗണത്തിന്റെ ഒക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ ആ വർഷം പരാഗണം നടത്തിയില്ല. അന്ന് എന്ത് ചെയ്തു? ഈ വിളവെടുപ്പ് പറ്റ കുറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പറഞ്ഞപ്പോൾ പറഞ്ഞു, അൻതു ആലം വിമൂരി ദുനിയാക്കും, കൃഷിയും കച്ചവടം നിങ്ങൾക്കല്ലേ അറിയാം, എനിക്കറിയും. നബിന്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്, അല്ലേ? അപ്പൊ അവിടെ രണ്ടും രണ്ടെന്നെയാണ്. അപ്പം റസൂലുള്ളാഹി മൗനം പാലിച്ചു. വീണ്ടും ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഉഫ്നിയത്തുൽ ഹുമർ, നബിയെ കഴുതകളൊക്കെ ഇങ്ങനെ അല്ലാതാവാണ് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ അമറ റസൂലുള്ളാഹി അബൂ ത്വൽഹത, അബൂ ത്വൽഹനെ വിളിച്ചിട്ട് നബി പറഞ്ഞു, വിളിച്ചു പറയാൻ പറഞ്ഞു, ഇന്നല്ലാഹ വ റസൂലഹു യൻഹാനീകും അൻ ലുഹൂമിൽ ഹുമർ. കഴുതകളുടെ ഇറച്ചി കഴിക്കരുത് എന്ന്
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു ഫഇന്നഹ റിജ്സുൻ ഔ നജിസുൻ, അതെന്താണ്, മ്ലേച്ഛതയാണ് അല്ലെങ്കിൽ അത് നജസാണ് എന്ന് നിങ്ങൾ അറിയണം. ഇപ്പം എന്താ സീന്? കഴുതനറുത്ത് മാംസമൊക്കെ വേവിച്ച് അതിലൊക്കെ മല്ലിയും മുളകൊക്കെ ഇട്ട് ഒക്കെ സെറ്റാക്കി ഒക്കെ വേവിച്ച് അതിങ്ങനെ മണ അടിക്കണ നേരത്തെ റസൂൽ അത് പറയണത്. അവരെന്താ ചെയ്തത്? അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇങ്ങോട്ട് നിന്ന് തിരിഞ്ഞു നിട്ടു, അങ്ങോട്ട് തിരിഞ്ഞു നിട്ടും സ്വകാര്യം പറഞ്ഞോ? ഇല്ല. എന്തിനേ എവിടെയൊക്കെ നമ്മൾ ചെയ്യണ കണ്ടല്ലേ, ഇത് അറക്കണമൊക്കെ കണ്ടല്ലേ, ഇത്രയും നേരം ഉണ്ടാതെ പറഞ്ഞില്ല. അവരെന്താ ചെയ്തറിയോ? അവർ ചെയ്തത് പാചകപാത്രങ്ങളിൽ ഉണ്ടായിരുന്ന ഭക്ഷണത്തോടു കൂടെ അത് തട്ടി എന്നാണ്. അതാണ് തട്ടി. തിന്നില്ല, അവര് തിന്നില്ല. അപ്പൊ അതാണ് അവരുടെ അനുസരണം. അതാണ് എന്ത് പറയുന്നത്, പ്രവാചകനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പ്രവാചകൻ പറയണത് വിത്തൗട്ട് ഡിമാൻഡ്, ഒരു ഡിമാൻഡും ഇല്ലാതെ കേൾക്കുക എന്നുള്ളതാ, അനുസരിക്കുക എന്നുള്ളതാ. അല്ലാതെ പ്രവാചകനെ പ്രകീർത്തിച്ച് കുറേ പാട്ടുപാടിയോണ്ട് ആയില്ല. റസൂലുള്ളാഹിനെ പ്രകീർത്തിക്കാം, പ്രശംസിക്കാം, മദ്ഹുകൾ പറയാം, അല്ലേ? അതിന് പ്രത്യേക ദിവസവും സമയമൊക്കെ നിശ്ചയിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ മസാല മാറി. നമ്മളിങ്ങനെ ഒരാളെ ബസ്സിൽ കാണുകയാണ്, അപ്പം നബിൻ്റെ ഓരോ രംഗത്തുള്ള മേന്മകൾ, അല്ലേ? ഏതെങ്കിലുമൊക്കെ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എഴുതി കൊടുത്തൊരു വാചകം ഒരു സിനിമാ നടൻ മനോഹരമായി കാണാതെ പഠിച്ചിട്ട് അത് ക്യാമറയ്ക്ക് മുന്നിൽ ആവർത്തിച്ച് തെറ്റിച്ച് പിന്നെയും പിന്നെയും പറഞ്ഞ് അത് എഡിറ്റ് ചെയ്ത് നല്ല ഉഗ്രൻ BGM കൊടുത്ത് സ്റ്റാറ്റസ് ആക്കി കിട്ടുമ്പോൾ ആ ഡയലോഗിൻ്റെ പേരിൽ മാത്രം അയാളെ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ. എന്നാൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് ഒരു റീടേക്കില്ലാതെ പറഞ്ഞ ആയിരക്കണക്കിന് വരികളും വാചകങ്ങളും ഉണ്ട്. നിന്റെ അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറയെ ഭക്ഷണം കഴിച്ച് നീ ഉറങ്ങിയ നിന്റെ വിശ്വാസത്തിൽ അപൂർണതയുണ്ട്. അയൽവാസിയെക്കുറിച്ച് എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു, അയൽവാസിക്ക് ഞാൻ മരിച്ചാൽ എൻ്റെ അനന്തര സ്വത്തിൽ നിന്ന് ഓഹരി കൊടുക്കേണ്ടി വരുമോ എന്ന് വരെ ഞാൻ ഭയന്നു. നിന്റെ മാതാപിതാക്കൾ, അവരോടാണ് നിനക്ക് ഏറ്റവും വലിയ ഉത്തരവാദിത്വം. യുദ്ധഭൂമിയിലേക്ക് പോകാനൊരുങ്ങുന്ന നേരത്ത് നിങ്ങളുടെ മേൽക്കൂരകൾ അയൽക്കാരൻ്റെ വീടിന് ദോഷകരമാകരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. അങ്ങനെ എന്തെല്ലാം മനുഷ്യ ചരിത്രത്തിൽ മാനവികതയിൽ ഇത്രയും മനോഹരമായി വേറെന്ത് വാക്കുള്ളത്? ഞാൻ പറയുന്നത് അതുമാത്രമല്ല, അതൊക്കെ ഭയങ്കര സംഭവമായിട്ട് നമ്മൾ എടുക്കും. നമുക്ക് ഇഷ്ടമല്ലാത്തത് എടുക്കാൻ പറ്റണം. ഇത്രയും കാലം നമ്മൾ കേട്ടൊരു കാര്യത്തിന് വിരുദ്ധമായി റസൂലുള്ളാഹി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ പറ്റണം, അപ്പോഴേ ഇഷ്ടം ഉണ്ടാവുള്ളൂ. ഇനി നിങ്ങൾ നോക്ക്, വേറൊന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മദ്യനിരോധനവുമായി ബന്ധപ്പെട്ടൊരു രംഗാണ്. എന്താ മദ്യനിരോധനവുമായി ബന്ധപ്പെട്ട രംഗം? പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മദ്യത്തെ എങ്ങനെ ക്രമപ്രദമായി നിരോധിച്ചല്ലോ. അപ്പോൾ സുബഹിക്ക് നിസ്കരിക്കേണ്ടി വന്നതുകൊണ്ട് രാത്രിയിൽ നേരത്തെ മദ്യപാനം നിർത്തി. ലൊഹറുള്ളതുകൊണ്ട് സുബഹിക്ക് ശേഷം അളവ് കുറച്ചു. ലൊഹറിൻ്റെ അസറിൻ്റെ ഇടയിൽ കുടിക്കാൻ പറ്റാതായി, അസറിൻ്റെ മഗ്‌രിബിൻ്റെ ഇടയിൽ തീരെ പറ്റാതായി, മഗ്‌രിബിൻ്റെ ഇശാഇൻ്റെ ഇടയിൽ തീരും കഴിയാതായി. അപ്പോൾ അവരെ മദ്യം വീര്യം കുറച്ച മദ്യമായി. അതുകൊണ്ടാണ് വീര്യം കുറഞ്ഞതാണെങ്കിലും കൂടിയതാണെങ്കിലും ഒക്കെ ഖലീലും കസീറും ഒക്കെ ഖംറാണ് എന്ന് പറയുന്നതും പഠിപ്പിക്കുന്നതും കേട്ടോ. അങ്ങനത്തെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് വരുമ്പോൾ അത് കൊടിയുടെ നിറം നോക്കാതെ വളരെ ശക്തമായി നമ്മൾ അതിൽ കമന്റ് പറയുന്നത് അതുകൊണ്ടാണ്. അത് ആർക്കൊക്കെ അസ്വസ്ഥതയായാലും, അത് എന്തിനാ രാഷ്ട്രീയത്തിൽ മതമിടപെടുന്നതെന്നൊക്കെ ആൾക്കാർ ചോദിച്ചാലും, രാഷ്ട്രീയത്തിന്റെ അതിർവരമ്പുകൾ ലംഘിച്ച് മതത്തിന്റെ ബൗണ്ടറികളിലേക്ക് കയറിയാൽ അവിടെ പറയേണ്ടത് ആരാണെങ്കിലും എങ്ങനെയാണെങ്കിലും പറഞ്ഞിരിക്കും, അതിൽ സംശയമൊന്നുമില്ല. സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ പറഞ്ഞു വന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലെ ഒരു സ്ട്രീറ്റ്, ആ സ്ട്രീറ്റിലൊരു കച്ചവടമാണ്. അവർ പറയും, മാകാന ലനാ ഖംറുൻ ഗൈറു ഫളീഖിക്കും ഹാദല്ലദീ തുസമ്മൂനഹു അൽ ഫളീഖ. ഫളീഖ എന്ന് പേര് വെച്ച ഒരു കള്ളല്ലാതെ വേറെ കള്ളൊന്നും ഉണ്ടായിരുന്നില്ല. ബാക്കി ഭയങ്കര വീര്യം കൂടിയ സാധനമൊക്കെ എടുത്തു പോയിരുന്നു, ആരും അത് കുടിക്കാതായിരുന്നു. അപ്പോൾ ഫഇന്നീ ലഖായിമുൻ അസ്ഖി അബാ ത്വൽഹത വഫുലാനൻ വഫുലാൻ, അനസ് ഇബ്നു മാലിക് പറയാം. അപ്പോൾ ചെറിയൊരു കുട്ടിയാണ് അനസ് ഇബ്നു മാലിക്. ചെറിയ കുട്ടിനെ കൊണ്ട് മദ്യം കോരിക്കണ അത്ര നിലവാരത്തിലുള്ള സമൂഹമാണ് നമ്മൾ മനസ്സിലാക്കണം. അബൂ ത്വൽഹക്ക് വേണ്ടിയിട്ട്, വലിയ കള്ളുച്ചവടക്കാരനായ അബൂ ത്വൽഹക്ക് വേണ്ടിയിട്ട് ഈ പണി ചെയ്തു കൊടുത്തിരുന്നത് ഞാനാണ്. അപ്പോൾ പെട്ടെന്നൊരാൾ വന്നിട്ട് ചോദിച്ചു, വഹൽ ബലഗകുമുൽ ഖബർ, നിങ്ങൾക്ക് വല്ല വിവരം കിട്ടിയോ? ഫഖാലു, എന്ത് വിവരം എന്നവർ ചോദിച്ചു. ഖാല ഹുരിമത്തുൽ ഖംറു, കള്ള് നിരോധിക്കപ്പെട്ടിരിക്കുന്നു. ഉടനെ ഖാലു, അവരൊന്നിച്ചു പറഞ്ഞു, ഒരാളല്ല, അവിടെ ഇരിക്കണ എല്ലാവരും പറഞ്ഞു, എന്താണ്, അഹ്രിഖ് ഹാദിഹിൽ ഖിലാല യാ അനസ്, അല്ലേ? അബൂ ത്വൽഹ ആയിരിക്കും പറയുന്നത്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അനസേ, ഈ പാത്രങ്ങളിലുള്ളത് ഒഴിച്ചു കളയൂ എന്ന് പറഞ്ഞു. ഇനിയുള്ള വാചകമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഫമാ സഅലു അൻഹാ വലാ റാജഉഹാ ബഅദ ഖബരി റജുൽ. ഈ മനുഷ്യൻ പറഞ്ഞതിന്റെ ശേഷം അതിനെക്കുറിച്ച് കൂടുതലൊന്നും ചോദിച്ചില്ല. അവർ ഉറപ്പ് വരുത്താൻ വേണ്ടി ആരും വിളിച്ചതുമില്ല. അങ്ങനല്ലേ, ശരി തന്നെ അല്ലേ, വന്നിട്ടില്ലേ, മദ്യത്തിന്റെ ഇത് വന്നിട്ടില്ലേ? കാരണം ഇത് മൂപ്പര മുതലാണ്, മൂപ്പര കച്ചവട വസ്തുവാണ്. ആ കച്ചവട വസ്തു ഒന്നിച്ച് ഉപേക്ഷിക്കേണ്ടി വന്നപ്പോഴും അവർക്ക് യാതൊരു സംശയവും തോന്നിയില്ല എന്നാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കുക, അല്ലേ, നമ്മളെ മനസ്സിലാക്കുക, എന്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് നിന്നുള്ളത് അതാണ്. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ
ഫലാ വറബ്ബിക്, റബ്ബ് തന്നെയാണ് സത്യം, ലാ യുമിനൂൻ, അവരുടെ വിശ്വാസത്തിന്റെ പൂർണ്ണതയിലേക്ക് അവരെത്തുകയില്ല. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ പ്രശ്നമുള്ളൊരു വിഷയത്തിൽ അങ്ങയെ അവർ വിധികർത്താവാക്കുന്നത് വരെ. സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജം മിമ്മാ ഖളൈത, വിധികർത്താവൊക്കെ ആക്കി, വിധിയൊക്കെ സ്വീകരിച്ചു, കച്ചവടമൊക്കെ നിർത്തി, എന്നാലും മനുഷ്യൻ്റെ ഉള്ളിലൂടെ ഇറങ്ങറ്. നബി ഇപ്പോൾ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നിർത്തേണ്ടി വന്നു. ഇതിപ്പോൾ എന്തൊരു ഇസ്ലാമാണ് അല്ലേ? ഇങ്ങനത്തെ ഒരു അസ്വസ്ഥത നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. അസ്വസ്ഥതയില്ലാതെ അവരവസാനിപ്പിച്ചതിൻ്റെ മനോഹര രംഗങ്ങളാണ് ഇതൊക്കെ. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് സമൂദ് ഗോത്രത്തിൻ്റെ നാട്ടിലൂടെ യാത്ര ചെയ്യാണ്. അപ്പോൾ റബ്ബിൻ്റെ ശിക്ഷ ഇറങ്ങിയ മണ്ണുകളിൽ എത്തുമ്പോൾ പ്രവാചകൻ അവരെ അവിടെ നിർത്താനോ താമസിപ്പിക്കാനോ അവിടുത്തെ ഒരു പെരുമാറ്റ രീതിയുണ്ട്, റബ്ബിൻ്റെ ശിക്ഷ ഇറങ്ങിയ മണ്ണുകളിൽ. അപ്പോൾ അവർ വളരെ അത്യാവശ്യമായതുകൊണ്ട് അവിടെ ഇറങ്ങി ഭക്ഷണം പാചകം ചെയ്യുകയാണ്. അപ്പോൾ സമൂദുകാരുടെ കിണറ്റിൽ നിന്ന് വെള്ളം എടുത്തപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. നബിക്ക് അദൃശ്യ കാര്യങ്ങൾ അറിയില്ല എന്നും കൂടി ഇതിൽ നിന്ന് കിട്ടുകയാണ്. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെയൊക്കെ വലിയ സംഭവങ്ങൾ ഓരോരുത്തരുടെ ഹൃദയത്തിലുള്ളതൊക്കെ അറിയണേ, ആണിനെ പെണ്ണാക്കണേ, പെണ്ണിനെ ആണാക്കണേ, പ്രസവിക്കാത്ത ആളെ പെട്ടെന്ന് പ്രസവിപ്പിക്കണേ, പല ജാതി അത്ഭുതങ്ങളും കറാമത്തുകളും നടത്തുന്ന ഔലിയാക്കളെ കൊണ്ട് തട്ടിമുട്ടണം നമ്മളെ സോഷ്യൽ മീഡിയ. ആ കാലത്താണ് നമ്മൾ ഓർക്കേണ്ടത്. എന്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഉണ്ട്, ടെന്റിന്റെ ഉള്ളിലുണ്ട്. അവര് സമൂദുകാരുടെ കിണറ്റിൽ നിന്ന് വെള്ളം എടുത്തിട്ട് മാവ് കഴിച്ചു. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അൻ യുഹ്രിഖു മസ്തഖു വ യഅലിഫു അൽ ഇബ്ല അൽ അജീൻ, നിങ്ങൾ കോരിയ വെള്ളം കൊണ്ട് ഒഴിച്ച് കളഞ്ഞോളൂ, നിങ്ങൾ ആ കുഴച്ച മാവ് അത് ഒട്ടകങ്ങൾക്ക് കൊടുത്തോളൂ. എന്നിട്ട് മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാം അദ്ദേഹം വെള്ളം കോരിയിരുന്ന കിണർ കാണിച്ചു കൊടുത്തു അദ്ദേഹത്തിൻ്റെ ഒട്ടകത്തിന്. അത് നിർത്താൻ മതി എന്ന് പറഞ്ഞു. എന്താണ് അവിടുത്തെ ഒരു പാഠം? റസൂൽ എന്താ മറ്റേ കിണറുകൾ ഒഴിവാക്കാൻ കാരണം? അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങിയ ഒരു മണ്ണിൽ ആ ശിക്ഷയോട് ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹത്തിനൊക്കെ ഉണ്ടാകേണ്ട ഒരു മനോനില പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഇതൊക്കെ കുഴച്ച് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ നബി ഇവിടെ അല്ലേ, എന്തപ്പോൾ ഇത് കുഴച്ച് കഴിഞ്ഞ സാധനപ്പം ഇതൊക്കെ നടക്കുമോ? പ്രായോഗികമായിട്ട് ചിന്തിച്ചാൽ പോരെ. അതായത് ഈ പ്രായോഗികമായിട്ട് ചിന്തിച്ചാൽ പോരെ എന്നുള്ള ആ വാതിൽക്ക് കൂടെ നമ്മുടെ ഇസ്ലാമിലേക്ക് ഒരുപാട് മറ്റുള്ള മതസ്ഥൻ്റെ വിശ്വാസവും നാട്ടു നടപ്പുകളും മാമൂലുകളും ഒക്കെ വരും. ഒരു കല്യാണ വീട്ടിൽ നിശ്ചയിച്ചാൽ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ ബർക്കത്ത് കളയണേ, റഹ്മത്തിൻ്റെ മലക്കുകളെ പെരീന്ന് പറഞ്ഞേക്കണ കുറേ പരിപാടി ഉണ്ടാവും. അതൊക്കെ എങ്ങനെ വരിക? അത് പോലോടെ എങ്ങനെ പറയാം, അതെങ്ങനെ ഉണ്ടാക്കുക, അതെങ്ങനെ എതിർക്കുക, അതെങ്ങനെ ഇങ്ങനത്തെ കുറേ വാതിലാണ്. സ്വഹാബത്തിന് അങ്ങനത്തെ വാതിലില്ല. കാരണം റസൂലുള്ളാഹിക്കുള്ള സ്നേഹം എന്ന് പറയുന്നത് പൂർണ്ണമായും പ്രവാചകനുള്ള സമ്പൂർണ്ണമായ അനുസരണമാണ് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ തീർച്ചയായും സാധിക്കണം. അവരുടെ വളരെ പേഴ്സണലായ വ്യക്തിപരമായ കാര്യങ്ങൾ. ബനൂ സലമ അവരുടെ അറാദ ബനൂ സലമത്ത യന്തഖിലു ഇലാ ഖുർബിൽ മസ്ജിദ്, പള്ളിയുടെ കുറച്ച് ദൂരെയായിരുന്നു ബനൂ സലമ ഗോത്രക്കാരുടെ കുടുംബ വീടുകൾ. അവർ പള്ളിയുടെ അടുത്തേക്ക് വീട് മാറ്റാൻ തീരുമാനിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു അത് വേണ്ടായിരുന്നു. ഇന്നഹു ബലഗനി അന്നകും തുരീദൂന അൻ തന്തഖിലു ഖുർബൽ മസ്ജിദ്, പള്ളിൻ്റെ അടുത്തേക്ക് വരാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. നഅം യാ റസൂലല്ലാഹ് ഖദ് അറദ്നാ ദാലിക്, ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ബനി സലമ ദിയാറക്കും തുക്തബു ആഥാറക്കും, ദിയാറക്കും തുക്തബു ആഥാറക്കും. എന്താണ് ആഥാറുക്കും? റസൂലുള്ളാഹ് ആവർത്തിച്ച് പറയാം, നിങ്ങൾക്കുള്ള പുണ്യങ്ങൾ എഴുതപ്പെടും. നിങ്ങൾ അവിടുന്ന് നടന്നു വരുമ്പോൾ ആ ഓരോ നടത്തത്തിൻ്റെയും ഓഹരിങ്ങൾക്ക് കിട്ടും. അത് മാത്രമേ റസൂൽ പറഞ്ഞിട്ടുള്ളൂ. അവരുടെ എല്ലാ തീരുമാനവും മാറി അവർ വീട് എന്ത് ചെയ്തു? അവിടെ തന്നെ ബാക്കിയാക്കിയതാണ്. അപ്പം അത്തിരി ദൂരത്തു നിന്നൊക്കെ ജമാഅത്തിനൊക്കെ വരുന്ന ആളുകൾക്ക് മനസ്സിലിത് വേണം, ഈ പറഞ്ഞ കാര്യം വേണമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഭാര്യ കാനത്ത് ഇംറഅത്തുൽ ഉമറ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ ഭാര്യ തശ്ഹദു സ്വലാത്ത സുബ്ഹി വൽ ഈശ ഫിൽ ജമാഅത്തി ഫിൽ മസ്ജിദ്. ശരിക്ക് കേട്ടോളി വാചകം. നമ്മളെ ഭാര്യമാരെ കൊണ്ടുവരാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആളുകൾക്കും കൂടി വേണ്ടിയിട്ടാണ് ഇത് വായിക്കുന്നത് കേട്ടോ. എന്താണ് തശ്ഹദു? അവർ സാക്ഷിയാകാറുണ്ടായിരുന്നു. സ്വലാത്തു സുബ്ഹ്, സുബ്ഹ് നമസ്കാരം, വൽ ഈശ, ഈശ നമസ്കാരവും, ഫിൽ ജമാഅത്തി, ജമാഅത്ത് നമസ്കാരത്തിൽ, ഫിൽ മസ്ജിദി, പള്ളിയിൽ. ഫഖീല ലഹ, അപ്പോൾ അവരോട് ചോദിച്ചു, ലിമ തഖ്റുജീന വഖദ് തഅലമീന അന്ന ഉമറ യക്റഹു ദാലിക വയഗാർ, നിങ്ങൾ പള്ളിയിൽ വരുന്നത് ഉമറിന് ഇഷ്ടമല്ല എന്നത് നിങ്ങൾക്ക് അറിയാലോ, പിന്നെ എന്തിനാ ഞങ്ങൾ വരുന്നതെന്ന് ചോദിച്ചപ്പോൾ അവരുടെ ഉത്തരം വമാ യംനഉഹു അൻ യൻഹാനി, എന്നിട്ട് എന്തേ ഉമർ എന്നെ തടയാത്തു? ഉമറിന് ഇഷ്ടമല്ല. ഇവർ വളരെ സുന്ദരിയായൊരു സ്ത്രീ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പെണ്ണിന് പള്ളിയിൽ പോകൽ നിർബന്ധമല്ലാത്തത് കൊണ്ട് ഒരു ഭർത്താവിന് വേണമെങ്കിൽ ഒരു പെണ്ണിൻ്റെ സുന്നത്തിൽ ഇടപെടാം. ഇന്ന് നീ നോമ്പ് വെൽക്കണ്ട, ഞാൻ പെരയിലുള്ള ദിവസമാണ് എന്നൊരു തിങ്കളാഴ്ച ഭാര്യനോട് പറയാം. അതനുസരിക്കൽ ഭാര്യയുടെ ഉത്തരവാദിത്തമാണ്. എന്നാൽ തൻ്റെ അനിഷ്ടം ഭാര്യയോട് 100% പ്രകടിപ്പിച്ചിട്ടില്ല. ആ ഒരു ഘട്ടത്തിൽ അവർ ചോദിക്കണം ഒമാ യംനഉഹു അൻ യൻഹാനി, എന്നിട്ട് എന്താ ഉമർ എന്നെ തടയാത്തത്? അപ്പോൾ പറയാ യംനഉഹു ഖൗലു റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഖൗലാണ് ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്, അല്ലാഹുവിൻ്റെ അടിയാത്തിമാരെ പള്ളിയെ തൊട്ട് തടയരുത് എന്ന് പറഞ്ഞ ഹദീസാണ് എന്നെ പിന്നെ അദ്ദേഹത്തെ വിലക്കണത് എന്നാണ്. അപ്പോൾ സ്വന്തം ഭാര്യയുടെ കാര്യത്തിൽ ഒരു അഭിപ്രായം ഉണ്ടെങ്കിലും അത് വേണമെങ്കിൽ ചെയ്യാവുന്നതായിട്ടും
അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസ് ഉള്ളത് കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, അത് അപ്പടി അനുസരിച്ച് മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതേ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എൻ്റെ മകൻ അബ്ദുല്ലാഹിബിൻ ഉമർ അദ്ദേഹം ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, ലാ തംനഉ നിസാഅകുമുൽ മസാജിദ ഇദാ ഇസ്തഅദനകും ഇലൈഹാ, പെണ്ണുങ്ങൾ പള്ളിയിൽ പോകാൻ നിങ്ങളുടെ അനുവാദം ചോദിച്ചാൽ നിങ്ങൾ അവരെ തടയരുത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ബിലാൽ പറഞ്ഞു, വല്ലാഹി ലനംനഉഹുന്ന, ഞങ്ങൾ അവരെ തടയുക തന്നെ ചെയ്യും. അങ്ങനെ അഖ്ബല അലൈഹി അബ്ദുള്ള മുന്നോട്ട് വന്നിട്ട് എന്ത് ചെയ്തു, ഫസബ്ബഹു സബ്ബ, കണിശമായ ഭാഷയിൽ, സബ്ബാറിന് ശരിക്കും ചീത്ത പറയാന്നർത്ഥം, മോശം വാക്കൊന്നും സ്വഹാബത്ത് പ്രയോഗിക്കൂല, ഞാൻ ചീത്ത എന്നുള്ള അർത്ഥത്തിന് വെക്കാതിരുന്ന അതുകൊണ്ടാ, കണിശമായ പരുഷമായ ഭാഷയിൽ സംസാരിച്ചു കേട്ടോ. മാ സമയത്തുഹു സബ്ബഹു മിസ്ലുഹു ഖത്തു, മുമ്പ് ഒരാളോട് അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറയാം, ഉഖ്ബിറുക അൻ റസൂലില്ല, ഞാൻ റസൂലുള്ള പറഞ്ഞു എന്ന് നിന്നോട് പറയാം, എന്നിട്ട് നീ പറയാ വല്ലാഹി ലനംനഉഹുന്ന, ഞങ്ങൾ തടയുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണോ പറഞ്ഞത് ആ പറഞ്ഞെടുത്ത് നിൽക്കുകയും അതനുസരിച്ച് അനുവർത്തിച്ച് പോവുകയും ചെയ്തതാണ് അവരുടെ ചരിത്രം എന്നാണ് യഥാർത്ഥത്തിൽ ഞാൻ പറയാൻ ശ്രമിച്ചത്. അപ്പോൾ സഹോദരന്മാരെ, ഇവിടുത്തെ വിഷയം എന്താ പ്രവാചക സ്നേഹം? എന്താ പ്രവാചക സ്നേഹം? നമ്മളുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രവാചകൻ പഠിപ്പിച്ച നന്മകളായി ചേർത്ത് വെക്കാൻ പറ്റുമോ അതൊക്കെ ചേർത്ത് വെക്കണതാ പ്രവാചക സ്നേഹം. ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതാ പ്രവാചക സ്നേഹം. ഫർളുകൾ കൃത്യമായി നിർവഹിക്കുന്നതാണ് പ്രവാചക സ്നേഹം. നന്മകളിൽ ജീവിക്കുന്നതാണ് പ്രവാചക സ്നേഹം. അല്ലാതെ ഒരു പ്രത്യേക ദിനത്തിനൊരു പ്രത്യേകത കൊടുത്ത് അനുഷ്ഠിക്കുന്നതിനോ ആചരിക്കുന്നതിനോ അങ്ങനെ ഒരു പേരില്ല. വിശുദ്ധ ഖുർആനിൽ മാസങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്ന ഇദ്ദത്ത ശുഹൂരി, ശരിക്ക് കേട്ടോളൂ നിങ്ങൾ കേട്ടോ, 2.5 മിനിറ്റ് കൊണ്ട് വിഷയം മനസ്സിലാകും. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ 4 ഹുറും, 4 മാസത്തിന് മഹത്വമുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞു. ആ മാസങ്ങളുടെ പേര് പക്ഷേ ഖുർആൻ പറഞ്ഞില്ല. ആ മാസങ്ങളുടെ പേര് ഹദീസിലുള്ളത്. പിന്നെന്താണ്, മുഹറം അടക്കമുള്ള, ദുൽഹിജ്ജ അടക്കമുള്ള 4 മാസങ്ങൾ. ആ മാസങ്ങൾക്ക് ശേഷം പിന്നെ മഹത്വമുള്ള മാസം ഏതാണ്? പിന്നെ മഹത്വമുള്ള മാസം ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറങ്ങിയ മാസം. അല്ലാത്ത എല്ലാ മാസങ്ങൾക്കും ഖുർആനും ഹദീസും അനുസരിച്ച് ഒരേ സ്ഥാനാണ്. ഏറ്റവും മുന്തിയ കാരക്ക പ്രവാചകൻ അതെടുത്തു പറഞ്ഞിട്ടുണ്ട്. ദിവസങ്ങളുടെ മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മണിക്കൂറുകളുടെ മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ലെ, വ്യക്തികളുടെ മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നാടുകളുടെ മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട്. യമനിനെ പ്രവാചകൻ പ്രത്യേകം പറഞ്ഞു, മദീനയെ പ്രത്യേകം പറഞ്ഞു. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്. രാത്രിയുടെ 1/3 കുറിച്ച് പറഞ്ഞു, അർദ്ധരാത്രിയെക്കുറിച്ച് പറഞ്ഞു, നിസ്കാരത്തിന് ശേഷമുള്ള സമയത്തെക്കുറിച്ച് പറഞ്ഞു, ആയിഷയുടെ ഫദ്ല് പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖിന്റെ ഫദ്ല് പറഞ്ഞു. എന്തേ റബീഉൽ അവ്വൽ മാസത്തിന്റെയും അതിലെ 12ന്റെയും മാത്രം മഹത്വം പറയാതിരുന്നത്? അവിടെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു ആചാരം അനുഷ്ഠാനം നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല. ഇതെന്റെ അഭിപ്രായമല്ല. ഷെയ്ഖ് താജുദ്ദീൻ ഉമർ ബിൻ അലി അൽ ഖമിയി അൽ മഷ്ഹൂർ ബിൽ ഫാക്കിഹാനി അൽ മാലിക്കി, ഫാക്കിഹാനി എന്നറിയപ്പെടുന്ന പണ്ഡിതന്റെ പൂർണ്ണ പേരാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം പറയാ, ലാ അലമു ലിഹാദൽ മൗലിദി അസ്ലൻ ഫീ കിതാബിൻ വലാ സുന്ന, പ്രവാചകന്റെ പേരിലുള്ള പ്രത്യേക ഇത്തരം ജന്മദിനാഘോഷങ്ങൾക്ക് ഖുർആനിലോ സുന്നത്തിലോ അസ്ലില്ല. വല യുൻഖലു അമലുഹു അൻ അഹദ് മിൻ ഉലമാഇൽ ഉമ്മ, ഉമ്മത്തിലെ ഒരു പണ്ഡിതനിൽ നിന്നും അതിന്റെ രേഖ ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. അല്ലദീന ഹുമുൽ ഖുദ്വതു ഫിദ്ദീൻ, ദീനിൽ മാതൃകയാക്കപ്പെടുന്നവരാണവർ. അൽ മുതമസ്സിഖൂന ബി ആസാരിൽ മുതഖദ്ദിമീൻ, മുൻഗാമികളുടെ വഴികളെ, അവരുടെ കൽപ്പനകളെ, നിർദ്ദേശങ്ങളെ, അവരുടെ പാന്താവുകളെ പിൻപറ്റുന്നവരാണവർ. ബൽ ഹുവ ബിദ്അത്തുൻ, അത് ബിദ്അത്താണ്. അഹദസഹൽ ബത്താലൂൻ വശഹ്വത്തു നഫ്സിൻ ഇഅ്തനാ ബിഹൽ അക്കാലൂൻ, മേലളകി ജീവിക്കാൻ കഴിയാത്തവരും തീറ്റക്കൊതിയന്മാരും ഉണ്ടാക്കി വിട്ടതാണിത്. എൻ്റെ വാക്കല്ല, ഫാക്കിഹാനിയുടെ വാക്കാ. ഇതിന്റെ ട്രാൻസ്ലേഷൻ നബിദിനം വേണമെന്ന് പറയുന്നവരുടെ പുസ്തകങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഞാൻ പറയുന്ന ട്രാൻസ്ലേഷൻ എടുക്കണ്ട. അതുകൊണ്ട് സഹോദരന്മാരെ, കൃത്യമായി മനസ്സിലാക്കി ഇത് ബിദ്അത്താണെന്ന് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇബ്നുൽ ഹാജ് റഹിമഹുല്ലാഹ് പറയാ, ഫസ്ലും ഫിൽ മൗലിദ് എന്നുള്ള പ്രത്യേക ബാബിൽ പറയാണ്, വമിൻ ജുംലതി മാ അഹ്ദസൂഹു മിനൽ ബിദ്അ, അവര് ഒരുപാട് ബിദ്അത്തുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മഅതിഖാദിഹിം അന്ന ദാലിക മിൻ അക്ബറിൽ ഇബാദാത്ത് വഅൽഹരി ശആയിർ, വലിയ ഇബാദത്താണ് അത് എന്നാ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ അത് ഇസ്ലാമിന്റെ വലിയ ചിഹ്നമാണ് എന്നാ വിചാരിക്കുന്നത്. അതിൽ പെട്ടതാണ് മാ യഫ്അലൂനഹു ഫീ ശഹ്രി റബീഉൽ അവ്വൽ മിനൽ മൗലിദ്, എന്താ റബീഉൽ അവ്വൽ മാസത്തിലെ നബിദിനാഘോഷ പരിപാടികളൊക്കെ അതിൽപ്പെട്ടതാണ്. വഖദ് ഇഹ്തവ അല ബിദ്അൻ വമുഹറമാത്തിൻ ജുംല, ഒരുപാട് ബിദ്അത്തുകൾ ഉൾക്കൊള്ളുന്ന, ഒരുപാട് ഹറാമുകൾ ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ് അത് എന്നാണ്. അപ്പം അദ്ദേഹവും അത് ബിദ്അത്താണെന്ന് പഠിപ്പിക്കുകയാണ്. ഇനി അൽ ഇമാം അബൂ അംർ ഇബ്നു അല റഹിമഹുല്ലാഹ് പറയാണ്, ലാ യസാലു നാസ് ബിഖൈറിൻ മാ തഅജ്ജബ മിനൽ അജബ് هذا مع أن الشهر الذي ولد فيه رسول الله وهو ربيع الأول هو بعينه الشهر الذي توفي فيه فليس الفرح بأولى من الحزن فيه. ഇത് വല്ലാത്തൊരു വാക്കാണ്. എന്താ, ജനങ്ങൾ വളരെ അത്ഭുതത്തോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്,
അന്ന അശ്ശഹ്റ അല്ലദീ വുലിദ ഫീഹി റസൂലുള്ളാഹ്, പ്രവാചകൻ ജനിച്ച മാസം, വഹുവ റബീഉൽ അവ്വൽ, അത് റബീഉൽ അവ്വൽ ആണെങ്കിൽ ഹുവ ബിഐനിഹി, ആ മാസം തന്നെയാണ്, ഹു ബിഐനിഹി അശ്ശഹ്റു അല്ലദീ തൂഫിയ ഫീഹി, ആ മാസത്തിൽ തന്നെയാണ് പ്രവാചകൻ മരിക്കുന്നതും. ഫലൈസൽ ഫറഹു ബിഔലാ മിനൽ ഹുസ്ൻ, ദുഃഖവും സന്തോഷം വന്ന ദുഃഖത്തിനാണ് അവിടെ മുൻഗണന കിട്ടുക. സന്തോഷത്തെക്കാളും മനുഷ്യനെ പിന്നെ എൻഗേജ് ചെയ്യിപ്പിക്കുക ദുഃഖമാണ്, അല്ലേ? ദുഃഖം ഉണ്ടെങ്കിൽ ആ ദുഃഖം താങ്ങാതെ മനുഷ്യൻ ഇരുന്നു പോകും. സന്തോഷം അല്ല അവിടെ വലുത് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മളെ നാട്ടിൽ നബിദിനാഘോഷം പരിപാടിയൊക്കെ നടക്കുമ്പോൾ അഭിപ്രായങ്ങളിൽ ഏറ്റവും പ്രഗത്ഭ അഭിപ്രായം ഏതാ? പ്രവാചകൻ ജനിച്ച ദിവസത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. പ്രവാചകൻ മരിച്ച ദിവസത്തിൽ അത്ര തന്നെ വ്യത്യസ്ത അഭിപ്രായമല്ല. റബീഉൽ അവ്വൽ 12 ആണെന്നുള്ളിൽ എങ്കിൽ ഈ റബീഉൽ അവ്വൽ 12 എന്ന് എടുത്താൽ, ആ റബീഉൽ അവ്വൽ 12 പ്രവാചകന്റെ വഫാത്ത് നടക്കുമ്പോൾ അവിടുത്തെ അവസ്ഥ എന്താ? ആയിഷ റളിയല്ലാഹു അൻഹയുടെ ബൈന ഹിജ്രി പിന്നെ വസദരി, എൻ്റെ നെഞ്ചിൻ്റെയും എൻ്റെ മടിത്തട്ടിൻ്റെയും ഇടയിൽ നബി ഇങ്ങനെ ചാരിക്കിടക്കുന്നു. എന്നിട്ടെന്തോ കുറേ കാര്യങ്ങൾ പറയാണ്, അല്ലെ? മരണത്തിന്റെ അവസാന നിമിഷങ്ങളിൽ വിശാലമായ രാഷ്ട്രത്തിന്റെ ഭരണാധികാരി, ഒന്നിലധികം കുടുംബിനികളുള്ള കുടുംബത്തിലെ ഭർത്താവ്, തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മിമ്പറിൽ നിന്ന് പോലും പോയി എടുത്ത് താലോലിച്ച, നമസ്കാരത്തിൽ തോളിൽ കയറിയപ്പോൾ അവർക്ക് തടസ്സം നിൽക്കാതിരുന്ന തൻ്റെ പേരക്കുട്ടികൾ, പ്രവിശാലമായി വളർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുന്ന തൻ്റെ രാഷ്ട്രം, ആ രാഷ്ട്രത്തെ ഇല്ലാതാക്കാൻ പദ്ധതി ഒരുക്കുന്ന മുനാഫിക്കുകളെ കുറിച്ച് അറിവ് എല്ലാം ഉണ്ടായിരിക്കെ പ്രവാചകൻ ഇങ്ങനെ ആ കിടത്തത്തിൽ കിടന്നിട്ട് നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു. എന്നിട്ട് ഖബറുകൾ ആരാധിക്കുന്നവരെ കുറിച്ച് പറഞ്ഞു, അല്ലേ? ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതാണ് അവിടെ നടക്കുന്നത്. അന്നത്തെ ആ രാത്രിയിൽ വിളക്ക് കത്തിക്കാനില്ലാഞ്ഞിട്ട് തൊട്ടടുത്ത വീട്ടിൽ പോയി സൈത്തൂൻ കൊണ്ടുവന്ന് ചിമ്മിണി വിളക്ക് കത്തിക്കുന്നുണ്ട്. പ്രഭാതം പടർന്നു വന്നു. മദീനയുടെ ചരിത്രത്തിൽ ഏറ്റവും ദുഃഖസാന്ദ്രമായ ദിനത്തിലേക്ക് മദീന മാറുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹം ഇങ്ങനെ ഇല റഫീഖുൽ അല, ഉന്നതങ്ങളിലെ റബ്ബിലേക്ക് എന്ന് പറഞ്ഞിങ്ങനെ കൈ ഉയർത്തിയതിൻ്റെ ശേഷം പ്രവാചകന്റെ കൈകൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ തുടയിലേക്ക് അങ്ങോട്ട് മറിഞ്ഞു വീണു, മരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. വാർത്ത പടർന്നു. അവിടെ എന്താ സംഭവിക്കുന്നത്? അവരേറ്റവും ദുഃഖിക്കണ സമയം നമ്മൾ മധുരം വിതരണം ചെയ്യുക, നമ്മൾ ആഘോഷിക്കുകയാണ് കേട്ടോ, ആഘോഷിക്കുകയാണ്. സഹോദരന്മാരെ, ഇതിനെ എതിർക്കാൻ ഒറ്റ കാരണമേ ഉള്ളൂ. ഞാൻ എത്ര 4 ഇബാറത്ത് ഇപ്പോൾ വായിച്ചു, അല്ലേ? എല്ലാ പണ്ഡിതന്മാരും പറയുന്നു ഇത് ഇല്ല ഇല്ല ഇല്ല, ഇത് സുന്നത്താണെന്ന് പറഞ്ഞ ഒരൊറ്റ പണ്ഡിതനെ, വാജിബൊന്നും വേണ്ട, ഇത് വാജിബിന്റെ പോലെയാണല്ലോ നമ്മളെ തലയിൽ കിട്ടിരുന്നത്, ഇത് സുന്നത്താണെന്ന് പറഞ്ഞൊരു പണ്ഡിതനെ ഒരു കാരണവശാലും കാണൂല. ഇത് ബിദ്അത്തുൻ ഹസനത്താണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പണ്ഡിതാഭിപ്രായങ്ങളെ കുറിച്ചുള്ള സമീപനം എന്താ? ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞു, എന്താ, ഈ ഖബറിൽ കിടക്കണം മുത്തു റസൂലുള്ളാഹി അല്ലാത്ത ആർക്കും തെറ്റും. ഇനി ബിദ്അത്തിനെ കുറിച്ച് എല്ലാ ഖുത്ബയിലും നമ്മൾ കേൾക്കണം, എന്താ, കുല്ലു ബിദ്അത്തും ദലാലാന്ന, എല്ലാ ബിദ്അത്തും ദലാലത്താണെന്നാണ്, അല്ലാതെ എന്താ സ്വർഗത്തേക്ക് കൊണ്ടുപോകുന്നൊരു ബിദ്അത്ത് ഉണ്ടെന്നില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ വരികളിൽ പിടിച്ച് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്ത് ജീവിക്കുമ്പോൾ ഇത്രയും കാലം പോയോടത്തേക്കൊക്കെ പോകാതിരിക്കുകയും ഇടപെടാതിരിക്കുകയും ചെയ്യുമ്പോൾ ചില ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. നമുക്ക് മതപരമായി പങ്കെടുക്കാൻ പറ്റാത്ത അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങൾ, വിശ്വാസങ്ങൾ, അതിൻ്റെ നടുക്ക നിന്ന് പണിയെടുക്കുമ്പോഴുള്ള കൂലി എന്താ അറിയോ? ചിലപ്പോൾ 1000 രാവുകളിൽ മനസ്സിന്റെ ഉള്ളിലെ നീയത്ത്, തീവ്രമായ നീയത്തനുസരിച്ച് 1000 രാവുകളിലെ തഹജ്ജുദിനേക്കാളും വലിയ കൂലി ഒറ്റ നിലപാടിന് കിട്ടും. വാപ്പ മരിച്ചിന്റെ 3 അന്നത്തെ പരിപാടിയാ, അതിൽ പങ്കെടുക്കണില്ല. എന്താ കാരണം? മദീനയിൽ 10000കണക്കിന് സ്വഹാബത്ത് മരിച്ചിട്ട് റസൂലുള്ളാഹി അടക്കം വഫാത്തായിട്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇത് ഇസ്ലാം അല്ല, എനിക്ക് വേണ്ട. അവസാനം ഖുറബാക്കളെ കുറിച്ച് പറഞ്ഞു. ആരാ ഖുറബാക്കള്? ആർക്കും അല്ല, വേണ്ടി വരില്ല, എല്ലാവരും ഓർക്കെതിരെ തിരിയും, അല്ലെ? അത്തരമൊരു കാലത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏകദേശം ഇവിടെ ഞാൻ ഒരുപാട് ഇബാറത്തുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. 22 ഇബാറത്തുകൾ ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒക്കെ കൂടെ ഇവിടെ വായിക്കണില്ല. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ മനസ്സിലാക്കുക, ഇത്തരം ആചാരാനുഷ്ഠാനങ്ങൾ മതപരമായി നമുക്ക് അനുവദിക്കപ്പെട്ടതല്ല. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കണമെന്ന് എല്ലാവരെയും ഉത്ബോധിപ്പിക്കുകയാണ്, ഉണർത്തുകയാണ്. അപ്പോൾ മാസത്തിലെ ഒരു പ്രത്യേക, വർഷത്തിലൊരു പ്രത്യേക മാസത്തിലെ പ്രത്യേക ദിവസത്തിലെ സ്പെഷ്യൽ പരിപാടിയല്ല പ്രവാചക സ്നേഹം. പ്രവാചക സ്നേഹം രാവിലെ ഉണരുമ്പോൾ ദിക്ർ ചൊല്ലി നമ്മൾ ഉണരുകയാണ്. അത് നബിനോടുള്ള സ്നേഹമാണ്. നമ്മുടെ നമ്മൾ പല്ല് തേക്കാണ്. ലൗലാ നശുഖ അലാ ഉമ്മത്തി ലഅമർതഹും ബിസ്സിവാക് ഇൻദ കുല്ലി വുളൂ. ഓരോ വുളൂവിൻ്റെയും ശേഷം ഓരോ ഒളുവിൻ്റെയും കൂടെ ഞാൻ പല്ല് തേക്കൽ ഒരു ഫർളായിട്ട് കൊടുക്കുമായിരുന്നു, എൻ്റെ ഉമ്മത്തിന് വിഷമാകുമെന്ന് വിചാരിച്ചിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ബ്രഷ് അരയിലെടുത്തിട്ട് പല്ല് തേക്കാണ്. പ്രവാചക സ്നേഹമാണ്. വഴിയിലൊരു ബുദ്ധിമുട്ട് കണ്ടേ, നമ്മളിങ്ങനെ പോകുക, ഒരു കൊമ്പ് പൊട്ടി ചാടി കിടക്കുന്നുണ്ട്, അപ്പുറത്തെ അയലോകത്തെ വീട്ടിൽ നിന്ന് ഒരു കത്തി വാങ്ങിയിട്ടൊക്കെ വെട്ടിയിട്ടാണ് ഇട്ടു. പ്രവാചക സ്നേഹമാണ്. നമ്മളമ്മാൻ്റെ അടുത്ത് നമ്മൾ കുറച്ചു നേരം ഇരുന്നു, കുറച്ചു നേരം വർത്താനം പറഞ്ഞു, മുസാഹബത്താണ്.
അല്ലേ? ഉമ്മാനോടുള്ള മുസാഹബത്താണ്, പ്രവാചക സ്നേഹമാണ്. പള്ളിയിൽ കയറുമ്പോൾ ദിക്ർ ചൊല്ലി, പിന്നെ പ്രവാചക സ്നേഹമാണ്. ഇത്രയും കാലം നിസ്കരിക്കാത്ത ഒരു സുന്നത്ത് എന്താ, സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് അത്ര കീപ്പ് ചെയ്തിരുന്നില്ല, അത് കീപ്പ് ചെയ്യാൻ തുടങ്ങി, പ്രവാചക സ്നേഹമാണ്. ഈ പ്രവാചക സ്നേഹത്തിനെ കുറിച്ച് പണിയുണ്ട്. മറ്റേത് എളുപ്പാ, രാവിലെ പിന്നെ 7 മണിൻ്റെ 9 മണിൻ്റെ ഇടയിൽ പ്രവാചക സ്നേഹം കഴിയും. പിന്നെ രാത്രി കുറച്ചൊരു പ്രവാചക സ്നേഹം ഉണ്ടാവും. നിങ്ങൾക്ക് ആർക്കും വിഷമം ഉണ്ടാകരുത് ഞാൻ പറയണേ കേട്ടോ. ഇത് കുറച്ച് പണിയുള്ള പരിപാടിയാണ്. അപ്പം അവിടേക്ക് നമ്മൾ എത്താൻ വേണ്ടത്. മറ്റത് എന്താ, ബിദഅത്ത് ഞാൻ വായിച്ചല്ലോ. ബിദഅത്ത് വിശദമായി നമ്മുടെ മെമ്പറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബിദഅത്ത് ഒരു വ്യക്തി ചെയ്താൽ ഹൗദുൽ കൗസറിലെ വെള്ളം പോകും. അതാണ് നമ്മളെ പ്രശ്നം. ആർക്കും ഇവിടെ എന്തും ചെയ്യല്ലോ, ഇത് ഇന്ത്യാരാജ്യമാണ്, എല്ലാവർക്കും പറ്റും. പക്ഷെ ചില സെലക്റ്റീവായ സാധനങ്ങൾ ചില ആൾക്കാർക്ക് പറ്റൂല, അങ്ങനെ ഉണ്ട് കേട്ടോ. ചില സെലക്റ്റീവായ സാധനങ്ങൾ എന്താ, നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ മൈക്കും പിടിച്ചിട്ട് ബീച്ചിലിറങ്ങിയിട്ട് കേരളത്തിൽ പിന്നെ എന്താ പറയുക, ഈ ഡേറ്റിംഗ് ഒക്കെ കൊടുക്കണേ വ്യഭിചാരശാലകൾ, റെഡ് സ്ട്രീറ്റ് പോലത്തെ ഒരു സാധനം വേണോന്ന് ചോദിക്കാം, വേണമെന്ന് അഭിപ്രായം പറയാം, അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക, ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കല്യാണം കഴിച്ചതിൻ്റെ ശേഷം വേറൊരുത്തൻ്റെ കൂടെ സെക്സ് ചെയ്യണതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ എന്ന് ചോദിക്കുക, അതൊക്കെ യൂട്യൂബിൽ കിടക്കണതാണ്. അപ്പോൾ അതിനെപ്പറ്റി എല്ലാവർക്കും അഭിപ്രായം പറയാം, ഒരു പ്രശ്നം ആയിരിക്കില്ല അല്ലേ? ഇസ്ലാമിനെതിരെ വെറുപ്പുണ്ടാക്കുന്ന സാധനമൊക്കെ പറയാം. ഏതെങ്കിലും 2 കുട്ടികൾ കടപ്പുറത്തിരിക്കണ ഏതെങ്കിലും 4 ആളോട് പോയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിച്ചാൽ, ദീനി കോണ്ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ ഭയങ്കര പ്രശ്നമാണ്. ഇവിടെ ആകെ ഫാഷിസമാണ് അല്ലേ? ഫാഷിസത്തെ പേടിച്ച് ഓരോന്ന് ഉള്ളിൽ എടുത്തച്ചാൽ എന്തെങ്കിലും ഉണ്ടാകുമോ? ഇത് എടുത്തച്ചാൽ അടുത്തീമക്ക് വരും, അങ്ങാടിയിലെ പരിപാടി പറ്റൂല, അത് എടുത്തേക്കും, അപ്പോൾ അടുത്തീമക്ക് വരും. അതാണോ ചെയ്യേണ്ടത്? ഏത് ഫാഷിസത്തെയും പറയുന്നിടത്ത് മാന്യമായ ഭാഷയിൽ, ബുദ്ധി കൊണ്ട്, വികാരം കൊണ്ടല്ല, തലച്ചോറ് കൊണ്ട് പണിയെടുത്ത് പോകാൻ വേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞത് ഇത്തരം ഇടപെടലുകളൊക്കെ പ്രവാചക സ്നേഹമാണ്. ആ പ്രവാചക സ്നേഹം കുറച്ച് പണിയുള്ളതാണ്, മനസ്സിലായില്ലേ? അപ്പം ആ രീതിയിൽ നമുക്ക് ഇതിനെ കണ്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പറ്റണം. എല്ലാ ആഴ്ചയും നമുക്കിവിടെ ഖുറാൻ ക്ലാസ് ഉണ്ട്. ആ ഖുറാൻ ക്ലാസ്സിൽ വന്നിരുന്ന് അത് പഠിക്കുക എന്നുള്ളത് പ്രവാചകനോട് നമുക്ക് ഫർളായിട്ടുള്ള സ്നേഹമാണ്. നമ്മളെ കുട്ടികളെ മതം പഠിപ്പിക്കുക എന്നുള്ളത് 5ാം ക്ലാസ് വരെ കിട്ടിയ എന്തൊക്കെയോ കാര്യങ്ങൾ നമുക്കാർക്ക് 5ാം ക്ലാസ്സിൽ എന്തൊക്കെയോ ഓർമ്മയുള്ളത്, 5ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ച എന്തൊക്കെയോ നമുക്ക് ഓർമ്മയുള്ളത്, അത്ര തന്നെ നമ്മളെ കുട്ടികൾക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ സിയാർ നടക്കുന്നുണ്ട്, അതിലേക്ക് കുട്ടികളെ വിടുക എന്നുള്ളത് അല്ലേ? പള്ളിയിൽ വന്ന ഈ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് വൃത്തിക്ക് ഇരിക്കുക എന്നുള്ളത് പ്രവാചക സ്നേഹമാണ്. ഒക്കെ പ്രവാചക സ്നേഹം. അങ്ങനെ പ്രവാചകൻ സ്നേഹിക്കുന്നവരാകാൻ നമുക്ക് കഴിയണം. അള്ളാഹു നമ്മിൽ നിന്ന്